ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത്. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഇവിടെ പച്ച ചീര ഒരു കയ്യിലൊരു പിടി ഒതുങ്ങണത് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക. എന്നിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് നല്ലോണം ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നല്ലോണം ഇവിടെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു വലിയ സവോളയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് ആ മുളകിൻ്റെ കുത്തൽ മാറണ വരെ ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ആ മുളകിൻ്റെ കുത്തലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു പിടി തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അത് ഇളക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ പച്ച ചീരയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പച്ച ചീര ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കടലപ്പരിപ്പില്ലേ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഞാനൊരു 2 വിസിൽ വെച്ചിട്ടുണ്ട്, കുക്കറിൽ വേവിച്ചെടുത്തതാണ്. കുറച്ച് ഉപ്പിട്ടിട്ട് അപ്പോൾ നമുക്ക് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ കടലപ്പരിപ്പ് നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് പോകാൻ പാടില്ല. ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ ഒരു 2 വിസിൽ മതിയാവും. ഞാൻ ആ 2 വിസിലടിച്ചിട്ട് അതും കൂടെ ഈ ചീരയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ മൂടിയൊന്നും വെക്കണില്ല കേട്ടോ. മൂടി വെക്കാണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്നത് ഉലർത്തിയെടുക്കണം. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് നന്നായിട്ട് ഉലർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചീര കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.